ചിത്രത്തിൻ്റെ തുടക്കത്തിൽ 1993 രംഗങ്ങളാണ് കാണിക്കുന്നത്. അന്ന് സിമിയോൺ എന്ന മെൻ്റൽ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ വീവറും സഹപ്രവർത്തകരായ വിക്ടറും ജോണും ചേർന്ന് ഗബ്രിയേൽ എന്നൊരു മാനസിക രോഗിയെ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ രാത്രിയിൽ അക്രമാസക്തനായ ഗബ്രിയേൽ ഹോസ്പിറ്റലിലുള്ള ജീവനക്കാരെ മൃഗീയമായി ആക്രമിക്കുകയാണ്. ഗബ്രിയേലിനെ വൈദ്യുതി നിയന്ത്രിക്കാനും റേഡിയോ സിഗ്നലുകൾ വഴി ചിന്തകൾ കൈമാറാനുമുള്ള പ്രത്യേക കഴിവുണ്ടായിരുന്നു. എങ്കിലും അതിസാഹസികമായി ഡോക്ടർ വീവർ ഗബ്രിയേലിനെ വെടിവെച്ച് മയക്കി. പക്ഷേ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഹോസ്പിറ്റലിലെ നിരവധി ജീവനക്കാരെ ഗബ്രിയേൽ കൊലപ്പെടുത്തി കഴിഞ്ഞിരുന്നു. പിന്നീട് ഡോക്ടർ വീവറും കൂട്ടാളികളായ വിക്ടറും ജോണും ചേർന്ന് ഗബ്രിയേലിനെ ബന്ധനസ്ഥനാക്കി. ഇതേ നേരം അവിടെ ഉണ്ടായിരുന്ന റേഡിയോ വഴി നിങ്ങളെയെല്ലാം കൊല്ലുമെന്ന് ഗബ്രിയേൽ ഭീഷണി മുഴക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഈ ക്യാൻസറിനെ അറുത്തുമാറ്റേണ്ട സമയം കഴിഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് വീവർ ഗബ്രിയേലിൻ്റെ ശരീരത്തിൽ ഒരു ഓപ്പറേഷൻ ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് 27 വർഷങ്ങൾക്കു ശേഷമുള്ള രംഗങ്ങളാണ്. ഗർഭിണിയായ മാഡിസൺ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മൂലം ജോലി സ്ഥലത്തു നിന്നും അന്ന് നേരത്തോടെ വീട്ടിലേക്കെത്തി. തൻ്റെ ഒരുപാട് ഗർഭം അലസിപ്പോയിരുന്നതിനാൽ മാഡിസൺ തൻ്റെ ഗർഭസ്ഥ കാലയളവിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു. അന്നും പതിവ് പോലെ തന്നെ മദ്യപാനിയായ അവളുടെ ഭർത്താവ് അവളോട് കലഹിക്കുകയും പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അവളെ പുറകിലേക്ക് തള്ളിയിടുകയും ചെയ്തു. അതോടെ മാഡിസൻ്റെ തലയുടെ പിൻഭാഗം ഭിത്തിയിലിടിച്ച് മുറിവുണ്ടായി. വേദനയോടെ അവൾ ഭർത്താവ് പുറത്തുപോയ സമയത്ത് വാതിലടച്ച് അവിടെ കിടന്നു. ഈ ഒരു സമയത്തും അവളുടെ തലയുടെ പിൻഭാഗത്തു നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാഡിസൻ്റെ ഭർത്താവ് അന്നു രാത്രിയിൽ ഹാളിലുണ്ടായിരുന്ന സെറ്റിയിലായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. പൊടുന്നനെ ആരോ തൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കടക്കുന്നതായി അയാൾക്ക് തോന്നുകയാണ്. ഇരുണ്ടൊരു രൂപം തൻ്റെ വീട്ടിലിരുന്നു TV കാണുന്നത് അയാൾ കാണാനിടയായി. അയാൾ ചുറ്റിലും നോക്കി. എന്നാൽ ആ രൂപം അയാളുടെ പുറകിൽ തന്നെയുണ്ടായിരുന്നു. പെട്ടെന്നത് അയാളെ ക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. ഈ സംഭവം ഒരു സ്വപ്നം പോലെ കണ്ടാണ് മാഡിസൺ ഞെട്ടിയുണർന്നത്. പിന്നീട് ഭർത്താവിൻ്റെ പക്കലേക്ക് പോയ മാഡിസണെ കാണാൻ സാധിച്ചത് മൃഗീയമായി കൊല ചെയ്യപ്പെട്ട നിലയിലുള്ള അയാളുടെ മൃതശരീരമായിരുന്നു. ആ കറുത്ത രൂപം തന്നെയും വേട്ടയാടുന്നതായി മാഡിസണ് തോന്നി. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവൾ ശക്തമായ പ്രഹരം മൂലം താഴേക്ക് വീണു. പിന്നീട് ഷായുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അങ്ങോട്ടേക്കെത്തുകയും മാഡിസനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു. തൻ്റെ ഭർത്താവിൻ്റെ വിയോഗം മാഡിസണിൽ നിരാശയുണ്ടാക്കിയിരുന്നു. ആ ഒരു സംഭവത്തോടു കൂടി തൻ്റെ ഗർഭം അലസിപ്പോയിരുന്നു എന്നുള്ള വിഷമകരമായ വാർത്ത സഹോദരിയായ സിഡ്നിയിൽ നിന്നും അവിടെ വെച്ച് മാഡിസൺ കേൾക്കാനിടയാവുകയാണ്. ഞാൻ നിൻ്റെ യഥാർത്ഥ സഹോദരിയല്ലെന്നും എന്നെ നമ്മുടെ അമ്മ ദത്തെടുത്തതാണെന്നും ഈ ഒരു വേളയിൽ മാഡിസൺ സിഡ്നിയോട് വെളിപ്പെടുത്തി. ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്ന ഷാ മാഡിസണിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. മാഡിസണിൻ്റെ ഭർത്താവിനെ പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ നിന്നും ക്രൂരമായ കൊലപാതകമായിരുന്നു അതെന്ന് പോലീസിന് ബോധ്യമായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം മാഡിസൺ അങ്ങനെ വീണ്ടും തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. അന്നു രാത്രിയിലും ആ നിഴൽ രൂപം തൻ്റെ വീട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതായി മാഡിസണ് തോന്നിയിരുന്നു. അതിനാൽ തന്നെ അവൾ സകല ജനാലകളും വാതിലുകളും അടയ്ക്കുകയും അത് തുറക്കാനാവാത്ത വിധം സ്ക്രൂ ചെയ്യുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ പിറ്റേന്ന് രാവിലെ അങ്ങോട്ടേക്ക് എത്തിയിരുന്ന സിഡ്നി ജനൽ ചാടിയായിരുന്നു അകത്തേക്ക് പ്രവേശിച്ചിരുന്നത്. എന്നാൽ അന്നു രാത്രിയിൽ ആ കറുത്ത രൂപം സെറീന എന്നൊരു സ്ത്രീയെ തട്ടിക്കൊണ്ടു പോവുകയാണ്. പിന്നീട് കണ്ണു തുറക്കുമ്പോൾ സെറീന ഏതോ ഒരു വീടിൻ്റെ മച്ചിൽ ബന്ധനസ്ഥയായ നിലയിലായിരുന്നു. ഈ ഒരു സമയത്ത് ആ കറുത്ത രൂപം അവൾക്കരികിലായി ഉണ്ടായിരുന്നു. താൻ ഗബ്രിയേലാണെന്ന് ആ രൂപം അവിടെ ഉണ്ടായിരുന്ന റേഡിയോ വഴി ആ സ്ത്രീയോട് വെളിപ്പെടുത്തി. ഇത് കേട്ട ആ സ്ത്രീ ഭയന്നുറച്ചു. പിന്നീട് ഗബ്രിയേൽ ചെന്നിരുന്നത് 27 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഓപ്പറേഷൻ നടത്തിയിരുന്ന
ഡോക്ടർ വീവറുടെ വീട്ടിലേക്കായിരുന്നു. അന്ന് രാത്രിയിൽ ഗബ്രിയേൽ ഡോക്ടർ വീവറിനെ കൊലപ്പെടുത്തുന്നതായി മാഡിസൺ സ്വപ്നം കാണുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് യാഥാർത്ഥികമായി ഗബ്രിയേൽ വീവറിനെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീവറിന് സമ്മാനമായി കിട്ടിയിരുന്ന ഒരു ട്രോഫി ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഗബ്രിയേൽ വീവറിനെ അതിമൃഗീയമായി കൊലപ്പെടുത്തിയിരുന്നത്. അല്പസമയത്തിനകം തന്നെ ഭീതിയോടെ മാഡിസൺ സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായി ഷായും സഹായിയായ റെജീനയും കൊലപാതകം നടന്നിരുന്ന വീവറുടെ വീട്ടിലേക്കെത്തി. അവിടെ നിന്നും അവർക്ക് യാദൃശ്ചികമായി മാഡിസന്റെ കുട്ടിക്കാലത്തെ ഒരു ഫോട്ടോ ലഭിക്കുകയാണ്. അതിൽ നിന്നും മാഡിസണും ഡോക്ടർ വീവറിൻ്റെ ഒരു പേഷ്യൻ്റ് ആയിരുന്നു എന്നുള്ള വസ്തുത അവർക്ക് ബോധ്യമായി. കൂടുതൽ കണ്ടെത്തലുകൾക്കായി അവർ ഡോക്ടർ വീവറിൻ്റെ മെഡിക്കൽ റെക്കോർഡുകളെല്ലാം അവിടെ നിന്നും കൊണ്ടുപോയിരുന്നു. ഇതേ നേരം ഡോക്ടർ വീവറെ കൊന്നിരുന്ന ട്രോഫി ഗബ്രിയേൽ മറ്റുള്ളവരെ കൂടി കൊലപ്പെടുത്താനായി കൂടുതൽ മോശമുള്ളതാക്കുകയായിരുന്നു. സെറീനയെ ബന്ധനസ്ഥയാക്കിയിരുന്ന ആ വീടിൻ്റെ മച്ചു തന്നെയായിരുന്നു ഗബ്രിയേലിൻ്റെ ഒളിത്താവളവും. താൻ കണ്ട യാഥാർത്ഥികവും ഭയാനകവുമായ സ്വപ്നത്തെക്കുറിച്ച് മാഡിസൺ സഹോദരിയായ സിഡ്നിയോട് പറഞ്ഞിരുന്നു. ആ രാത്രിയിൽ ഗബ്രിയേൽ ചെന്നിരുന്നത് വീവറിൻ്റെ സഹായിയായിരുന്ന വിക്ടറിൻ്റെ വീട്ടിലേക്കായിരുന്നു. അന്ന് മാഡിസൺ സ്വപ്നത്തിൽ കണ്ടിരുന്നതും വിക്ടറിനെ തന്നെയായിരുന്നു. ശേഷം അവൾക്ക് കാണാൻ സാധിച്ചത് ഉറങ്ങിക്കിടന്നിരുന്ന വിക്ടറെ ഗബ്രിയേൽ മൃഗീയമായി കൊലപ്പെടുത്തുന്ന രംഗങ്ങളായിരുന്നു. അലറി വിളിച്ചുകൊണ്ട് മാഡിസൺ ഞെട്ടിയുണർന്നു. ശേഷം അവൾ ഇക്കാര്യം തൻ്റെ സഹോദരിയായ സിഡ്നിയെ അറിയിച്ചു. പിന്നീട് അവർ യാഥാർത്ഥ്യമാവുന്ന ഈ സ്വപ്നങ്ങളെക്കുറിച്ച് പോലീസിനോട് വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ ഷായും റെജീനയും അവരോടൊപ്പം മാഡിസൺ സ്വപ്നത്തിൽ കണ്ടിരുന്ന ആ ഒരു ബിൽഡിങ്ങിലേക്ക് ചെല്ലുകയാണ്. ആ ഒരു കാഴ്ച ഇരുവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. മാഡിസൺ സ്വപ്നത്തിൽ പറഞ്ഞിരുന്നത് പോലെ കാര്യങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നു. മാഡിസണിൻ്റെ വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗബ്രിയേലിൻ്റെ ഒരു ഛായാചിത്രം പോലീസ് വരച്ചെടുത്തു. പിന്നീട് മാഡിസണും സിഡ്നിയും പോലീസ് സ്റ്റേഷനിൽ നിന്നും പോകാനൊരുങ്ങുകയാണ്. ഈ ഒരു സമയത്ത് ഞാൻ ചെറുപ്പം മുതൽ നിൻ്റെ കൂടെയുള്ള ഗബ്രിയേലാണെന്നും പറഞ്ഞുകൊണ്ട് അൺനോൺ നമ്പറിൽ നിന്നും മാഡിസണെ ഗബ്രിയേലിൻ്റെ ഒരു കോൾ വന്നിരുന്നു. തിരിച്ചു വരുന്ന വഴിയിൽ പോലീസുകാരിയെ കൊലപാതകങ്ങൾ തൻ്റെ പേരിൽ ഉന്നയിക്കുമോ എന്നുള്ളൊരാശങ്ക മാഡിസൺ സിഡ്നിയുമായി പങ്കുവച്ചു. ശേഷം മാഡിസൺ ഗബ്രിയേലിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി തൻ്റെ വളർത്തമ്മയെ കാണാനായി പോവുകയാണ്. അങ്ങനെ കുട്ടിക്കാലത്തെ മാഡിസൻ്റെ കുറച്ച് വീഡിയോകൾ അവളുടെ വളർത്തമ്മ അവരെ കാണിക്കുകയാണ്. ആ വീഡിയോകളിലെല്ലാം കുട്ടിയായിരുന്ന മാഡിസൺ ഗബ്രിയേലിനോട് സംസാരിക്കുന്നതായി കാണാമായിരുന്നു. പക്ഷേ ആരാണ് ഗബ്രിയേൽ എന്ന് അപ്പോഴും മാഡിസന് ഒരു ധാരണയുമില്ലായിരുന്നു. ഈ ഒരു സമയത്ത് ഷാ കുട്ടിക്കാലത്ത് മാഡിസനെ ചികിത്സിച്ചിരുന്ന വീവറിനെയും കൂട്ടാളികളെയും കാണുകയാണ്. വീവറും വിക്ടറും ഇതിനോടകം തന്നെ മരിച്ചു കഴിഞ്ഞു. അടുത്ത ഇര ജോൺ ആയിരിക്കുമെന്ന് ഷായ്ക്ക് മനസ്സിലായി. ആ രാത്രിയിൽ മാഡിസൺ വീണ്ടും മറ്റൊരു സ്വപ്നത്തിലേക്ക് പ്രവേശിച്ചിരുന്നു. അവളെന്ന് സ്വപ്നത്തിൽ കണ്ടിരുന്നത് ജോണിനെയായിരുന്നു. താമസിയാതെ തന്നെ ഗബ്രിയേൽ ജോണിനെയും കൊലപ്പെടുത്തി. ഈ ഒരു സമയത്ത് ഷാ അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഷായ്ക്കു കാണാൻ സാധിച്ചത് രക്തത്തിൽ കുളിച്ചു കിടന്നിരുന്ന ജോണിൻ്റെ മൃതശരീരം മാത്രമായിരുന്നു. പക്ഷേ ഷാ ഈ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത് കൊലപാതകം നടന്നിരുന്ന ആ സ്ഥലത്ത് മാഡിസൺ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഗബ്രിയേൽ ഇവിടെ തന്നെയുണ്ടെന്ന് മാഡിസൺ ഷായോട് പറഞ്ഞു. ഉടൻ തന്നെ ഗബ്രിയേൽ ഷായോട് നേരെ ചാടി വീണു. അവൻ്റെ വിരൂപമായ മുഖം കണ്ട് ഷാ ഞെട്ടിത്തെറിച്ചു. ഷാ തോക്കെടുത്തതോടെ ഗബ്രിയേൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. ഗബ്രിയേലിനെ മാഡിസണുമായി എന്തോ ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഷാ ഒരു സൈക്കാട്രിസ്റ്റിനെയും കൊണ്ട് മാഡിസണിൻ്റെ വീട്ടിലേക്കെത്തി. അങ്ങനെ അവർ മാഡിസണിനെ ഹിപ്നോട്ടിസം ചെയ്യുകയാണ്. കുട്ടിക്കാലത്തെ ഓരോരോ കാര്യങ്ങളായി മാഡിസൺ പറഞ്ഞു തുടങ്ങി. കുട്ടിക്കാലത്ത് അമ്മയുടെ ബർത്ത്ഡേ കേക്ക് ഗബ്രിയേൽ നശിപ്പിച്ചിരുന്നു.
പക്ഷേ എല്ലാവരും കരുതിയിരുന്നത് അത് ചെയ്തത് ഞാനാണെന്നാണ്. മാത്രവുമല്ല, എൻ്റെ വളർത്തമ്മ സിഡ്നിയെ ഉദരത്തിൽ ചുമന്നിരുന്ന സമയത്ത് അവളെ കൊലപ്പെടുത്താനായി ഗബ്രിയേൽ എന്നോട് പറഞ്ഞിരുന്നു. അബോധാവസ്ഥയിൽ ഞാനതിന് തുനിഞ്ഞെങ്കിലും ഈ ഒരു സമയത്ത് അമ്മ എഴുന്നേൽക്കുകയും എനിക്ക് സ്വബോധം തിരിച്ചു കിട്ടുകയും ഞാൻ അതിൽ നിന്നും പിന്മാറുകയും ചെയ്തിരുന്നുവെന്ന് മാഡിസൺ വെളിപ്പെടുത്തി. മാഡിസണിൻ്റെ വീടിൻ്റെ മച്ചിൽ തന്നെയായിരുന്നു ഗബ്രിയേൽ സെറീനയെ ബന്ദിയാക്കിയിരുന്നത്. ഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് സെറീനയ്ക്ക് തൻ്റെ കയ്യിലെ കെട്ടുകൾ അഴിക്കുവാനായി സാധിച്ചു. അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുന്നതിനിടെ മച്ച് തകർന്ന സെറീന താഴേക്ക് വീണു. സെറീന വീണിരുന്നത് താഴെയുണ്ടായിരുന്ന ഷായുടെയും കൂട്ടരുടെയും മുൻപിലേക്കായിരുന്നു. നിർഭാഗ്യവശാൽ വീഴ്ചയുടെ ആഘാതത്തിൽ സെറീനയ്ക്ക് സ്വബോധം നഷ്ടമായി. ഈ ഒരു സംഭവത്തോടെ കൊലപാതകങ്ങളെല്ലാം ചെയ്തിരുന്നത് മാഡിസൺ ആണെന്ന് പോലീസ് തെറ്റിദ്ധരിച്ചു. അങ്ങനെ മാഡിസൺ പോലീസ് കസ്റ്റഡിയിലായി. മാഡിസന്റെ വീടിൻ്റെ മച്ചിൽ നിന്നും ഗബ്രിയേൽ ആളുകളെ കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന ആ ആയുധം പോലീസ് കണ്ടെടുത്തു. മാത്രവുമല്ല, ഗബ്രിയേൽ അണിഞ്ഞിരുന്ന ആ കറുത്ത കോട്ടും അവിടെ തന്നെയുണ്ടായിരുന്നു. പോലീസ് മാഡിസണിനെ ചോദ്യം ചെയ്തെങ്കിലും നിരപരാധിയായ അവൾക്ക് ഇതേപ്പറ്റിയൊന്നും അറിയില്ലായിരുന്നു. ഉടനെ അവിടുത്തെ പവർ കട്ടാക്കിക്കൊണ്ട് ഗബ്രിയേൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചു. മാത്രവുമല്ല, അൺനോൺ നമ്പറിൽ നിന്നും അവരെ വിളിക്കുകയും പോലീസിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തെളിവുകളെല്ലാം മാഡിസണിനെതിരായതുകൊണ്ട് പോലീസ് അവളെ കൊടും കുറ്റവാളികളുള്ള സെല്ലിലടച്ചു. ഈ ഒരു സമയത്ത് സിഡ്നി ഗബ്രിയേലിനെയും മാഡിസണിനെയും കുറിച്ചുള്ള നിഗൂഢതകൾ കണ്ടെത്താനായി ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണിച്ചിരുന്ന ആ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. രാത്രിയോടെ സിഡ്നി പൂട്ടിക്കിടന്നിരുന്ന ആ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നു. അവിടെ നിന്നും അവൾ മാഡിസണിൻ്റെ ചികിത്സകൾ റെക്കോർഡ് ചെയ്തിരുന്ന മുഴുവൻ വീഡിയോ കാസറ്റുകളും ശേഖരിച്ചു. തിരിച്ചെത്തിയ സിഡ്നി തൻ്റെ അമ്മയോടൊപ്പം ആ വീഡിയോ കാസറ്റുകൾ വീക്ഷിക്കുകയാണ്. അതോടുകൂടി മാഡിസനെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്നൊരു സത്യം ഇരുവരും തിരിച്ചറിയുകയാണ്. മാഡിസൻ്റെ ഇരട്ട സഹോദരനായിരുന്നു ഗബ്രിയേൽ. ഗബ്രിയേലിൻ്റെ ശരീരം മാഡിസന്റെ ശരീരത്തിനോട് ഇഴുകിച്ചേർന്ന നിലയിലായിരുന്നു. ഇരുവരും ഒരേ തലച്ചോറും ഒരേ നട്ടിലുമായിരുന്നു പങ്കിട്ടിരുന്നത്. പക്ഷേ ഗബ്രിയേൽ മാനസിക വൈകല്യമുള്ള കുട്ടിയായിരുന്നു. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ആ മെൻ്റൽ ഹോസ്പിറ്റലിലെ ജീവനക്കാരെ മൃഗീയമായി കൊലപ്പെടുത്തിയിരുന്നത് ഗബ്രിയേലാണ്. അതോടെ വീവറും കൂട്ടരും ഈ ക്യാൻസർ ഛേദിച്ചു മാറ്റണമെന്നും പറഞ്ഞുകൊണ്ട് ഗബ്രിയേലിനെ ബന്ധനസ്ഥനാക്കി തലച്ചോറൊഴികെയുള്ള അവൻ്റെ ശരീരഭാഗങ്ങളെല്ലാം ഓപ്പറേഷനിലൂടെ ഛേദിച്ചു മാറ്റി. ഗബ്രിയേലിൻ്റെ ബ്രെയിൻ മാഡിസൻ്റെ ബ്രെയിനുമായി ഇഴുകിച്ചേർന്നിരുന്നത് കൊണ്ട് ഗബ്രിയേലിൻ്റെ ബ്രെയിനിനെ ഉറക്കിക്കിടത്തുകയായിരുന്നു അന്ന് വീവർ ചെയ്തിരുന്നത്. പക്ഷേ വർഷങ്ങൾക്കു ശേഷം ഭർത്താവ് പിടിച്ചു തള്ളിയതിനെ തുടർന്ന് മാഡിസൻ്റെ തലയുടെ പിൻഭാഗം പൊട്ടുകയും ഗബ്രിയേൽ ഉണരുകയും ചെയ്തു. പിന്നീട് മാഡിസണിൻ്റെ ശരീരം നിയന്ത്രിച്ച് സകല കൊലപാതകങ്ങളും ചെയ്തിരുന്നത് ഗബ്രിയേലായിരുന്നു. പക്ഷേ ഇതെല്ലാം ഒരു സ്വപ്നമാണെന്നുള്ള ധാരണയാണ് മാഡിസണിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. തൻ്റെ ശരീരം ഉപയോഗിച്ചാണ് ഗബ്രിയേൽ ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തിരുന്നതെന്ന് മാഡിസണിനറിയില്ലായിരുന്നു. ഇതേസമയം ജയിലിലുണ്ടായിരുന്ന ചില കുറ്റവാളികൾ അപമര്യാദയായി പെരുമാറുകയും മാഡിസണെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സംഭവത്തോടെ മാഡിസണിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ഗബ്രിയേൽ ഉണർന്നു. ഗബ്രിയേലിൻ്റെ തലച്ചോർ അവളുടെ ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ അവൾ നടന്നിരുന്നത് പുറകുവശത്തേക്കായിരുന്നു. ക്ഷണനേരത്തിനുള്ളിൽ തന്നെ ഗബ്രിയേൽ അവിടെ ഉണ്ടായിരുന്ന കുറ്റവാളികളെയെല്ലാം മൃഗീയമായി കൊലപ്പെടുത്തുകയും പോലീസുകാരനെ ആക്രമിച്ചുകൊണ്ട് സെല്ലിൽ നിന്നും പുറത്തേക്ക് കടക്കുകയും ചെയ്തു. മാഡിസണിനെ കുറിച്ചുള്ള നിഗൂഢതകൾ വെളിപ്പെടുത്താനായി സിഡ്നി ഷായെ ഫോൺ വിളിച്ചെങ്കിലും ആ സമയത്ത് ഷാ ഗബ്രിയേലിനെ പിടികൂടാനുള്ള തിരക്കിലായിരുന്നു. സ്റ്റേഷനിലേക്ക് എത്തിയിരുന്ന ഷായ്ക്ക് കാണാൻ സാധിച്ചത് അവിടെ മരിച്ചു കിടന്നിരുന്ന പോലീസുകാരുടെയും തടവ് പുള്ളികളുടെയും മൃതശരീരങ്ങളായിരുന്നു. ആളുകളെ ആക്രമിച്ചിരുന്ന
മാഡിസണിൻ്റെ ശരീരത്തിൻ്റെ കൊടൂരമായ രൂപമാറ്റം കണ്ട് ഷാ ഞെട്ടിയുറച്ചു. പോരാട്ടത്തിനിടെ ഷായുടെ അസിസ്റ്റൻ്റായ റജീനയ്ക്കും മാരകമായ പരിക്കേറ്റു. ശേഷം ഗബ്രിയേൽ അവിടെ നിന്നും സെറീനയെ അഡ്മിറ്റാക്കിയിരുന്ന ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. കാരണം സെറീന തൻ്റെ അമ്മയാണെന്നുള്ള വസ്തുത ഗബ്രിയേലിനെ അറിയാമായിരുന്നു. ഇക്കാര്യം അറിയാവുന്ന സിഡ്നിയും സെറീനയെ അന്വേഷിച്ച് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നു. അങ്ങോട്ടേക്കെത്തിയ ഗബ്രിയേൽ തന്നെയും മാഡിസണിനെയും കുട്ടിക്കാലത്ത് ഉപേക്ഷിച്ചിരുന്ന സ്വന്തം അമ്മയായ സെറീനയെ കൊല്ലാനൊരുങ്ങുകയാണ്. തടയാൻ ശ്രമിച്ച സിഡ്നിക്കു നേരെയും ഗബ്രിയേൽ ആക്രമണം അഴിച്ചുവിട്ടു. ഇതേ നേരം ബോധം വന്നിരുന്ന സെറീന താൻ ചെയ്ത തെറ്റേറ്റു പറഞ്ഞ് ഗബ്രിയേലിനോട് മാപ്പ് അപേക്ഷിക്കുകയാണ്. പൊടുന്നനെ അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ഷാ പുറകിൽ നിന്നും ഗബ്രിയേലിന് നേരെ നിറയൊഴിച്ചു. കോപാകുലനായ ഗബ്രിയേൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം ഷായ്ക്കു നേരെ എറിഞ്ഞു. ശേഷം ഗബ്രിയേൽ സിഡ്നിയെ കൊലപ്പെടുത്താനൊരുങ്ങി. അതോടെ സിഡ്നി ഗർഭാവസ്ഥയിലുള്ള നിന്റെ കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നിരുന്നത് ഗബ്രിയേലാണെന്ന് മാഡിസണിനോട് വിളിച്ചു പറയുകയാണ്. അതോടെ മാഡിസണിൻ്റെ മനസ്സുണരുകയും അവൾ തൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കുകയും ചെയ്തു. ശേഷം അവൾ തൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ ഗബ്രിയേലിൻ്റെ മനസ്സിനെ തിരിച്ചു വരാനാവാത്ത വിധം പൂട്ടിയിടുകയാണ്. അതായത് ഇനി മാഡിസണിൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ ഗബ്രിയേലിനാവില്ല. അതോടുകൂടി മാഡിസണിൻ്റെ തലയുടെ പിൻഭാഗം തനിയെ അടയുകയാണ്. ശേഷം അവൾ പരിക്കുപറ്റിക്കിടന്നിരുന്ന തൻ്റെ സഹോദരിയായ സിഡ്നിയെ പുറത്തെടുത്ത് വാരിപ്പുണർന്നു. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.